നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അനുവർത്തിച്ചു വരുന്ന സാമ്പത്തികമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് സ്വല്പം ഇളവ് വരുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതായത് 2-3 മാസമായിട്ട് തൊഴിൽ മണ്ഡലങ്ങളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കി വിപുലീകരിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി ചിന്തിക്കുവാനും അതിനുവേണ്ടി തയ്യാറെടുക്കുവാനും പുതിയ ഭരണ പരിഷ്കാരം ആവിഷ്കരിക്കുവാനും ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പുതിയ കാഴ്ചപ്പാടുകൂടി അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുവാനിട വരും. നിലവിലുള്ള ജോലിയിൽ ഇനി സ്ഥാനക്കയറ്റമോ ആനുകൂല്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ജോലി രാജിവെച്ചുകൊണ്ട് തന്നെ ഉപരിപഠനത്തിന് അന്യരാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനിടവരും. ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം എന്ന സങ്കല്പത്തോടുകൂടിയായിരിക്കും പ്രവേശനം ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും പ്രാഥമികമായിട്ട് പണം അടയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള സമീപനവും ജീവിതശൈലിയും പകർച്ചവ്യാധികളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ പുനരുദ്ധീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കാൻ തക്കവണ്ണം സജ്ജമാകുവാനിടവരും. വിദേശത്തുള്ളവർക്ക് ചിലർക്കൊക്കെ തന്നെ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കും. മറ്റു ചിലർക്ക് നിലവിലുള്ള രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് മാറി താമസിക്കുവാനോ അല്ലെങ്കിൽ അവിടെ ജോലി അന്വേഷിക്കുവാനോ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാൻ അവസരം വന്നു ചേരും. മാതാവിൻ്റെ അസുഖം മാനിച്ച് ഒരുമിച്ച് താമസിപ്പിക്കാൻ തീരുമാനിക്കുവാനിടവരും. വാഹനം മാറ്റിവാങ്ങാനുള്ള സാധ്യത കാണുന്നു. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അബദ്ധമായി തീരുവാൻ സാധ്യതയുണ്ട്. നിരന്തരമായിട്ട് വ്യായാമം ശീലിക്കുന്നതും വിദഗ്ധമായിട്ടുള്ള ഇതരമായിട്ടുള്ള ചികിത്സാ രീതികൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ രോഗത്തെ നിലനിർത്തി കൊണ്ടുപോകാനും തൊഴിൽ മേഖലകളിലെല്ലാം തന്നെ വേണ്ട വിധത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ തൊഴിൽ അനുവർത്തിക്കുവാനും യോഗമുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പലപ്പോഴും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 3-4 ദിവസം യാത്രകൾ വേണ്ടി വരുവാനിടയുണ്ട്. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം വന്നു ചേരും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. പിതൃതുല്യനായിട്ടുള്ള ബന്ധുവിൻ്റെ അകാല വിയോഗം അതീവ ദുഃഖത്തിന് വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വിദേശത്ത് താമസിക്കുന്ന ചിലർക്കെല്ലാം തന്നെ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കുവാൻ യോഗം കാണുന്നുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിൽ ചിലർക്ക് പണം അവിടെ നിലനിൽക്കായികയുണ്ടാവാം. വേറെ ചിലർക്ക് വിമ്മിഷ്ടം അല്ലെങ്കിൽ ആ ഗൃഹത്തിൽ കയറി കഴിഞ്ഞാൽ സ്വല്പ സമാധാനക്കേടുണ്ടാവുക. വേറെ ചിലർക്ക് ഉദ്യോഗത്തിൽ നിന്ന് നേട്ടം കുറയുക. ഇങ്ങനെ പല വിധത്തിലുള്ള കാരണങ്ങളെ കൊണ്ടും നിലവിലുള്ള ഗ്രഹത്തിന് വാസ്തുശാസ്ത്രപ്രകാരം നിർദ്ദേശങ്ങൾ നൽകുവാനും ചെറിയ രീതിയിൽ പരിവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും ഒരു തന്മയത്വത്തോടു കൂടിയതായിട്ടുള്ള സമീപനം അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പ്രതികരണശേഷി നഷ്ടപ്പെടുവാനിട സാധ്യതയുള്ളത് കൊണ്ട് അർഹമായിട്ടുള്ള പല കാര്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരുക വളരെ കുറവായിരിക്കും. കഠിനാധ്വാനത്താൽ ദേഹക്ഷീണം അനുഭവപ്പെടുവാൻ യോഗം കാണുന്നുണ്ട്. പുതിയ വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ അടുത്ത തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവസരം വന്നു ചേരും. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടി നല്ലൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. പലർക്കും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും
മറ്റുള്ളവർക്ക് മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാനിടവരും. ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും യോഗം കാണുന്നുണ്ട്. ഒരു പക്ഷേ ജോലിക്ക് സാധ്യതകൾ വളരെ കുറഞ്ഞു വരുന്നതിനാൽ ഒരു ഇതര ഭാഷയോ വിദേശ ഭാഷയോ പഠിക്കേണ്ട ഒരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ 3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു ജോലിക്ക് അപേക്ഷകൾ നൽകുക എന്ന സങ്കല്പത്തോടുകൂടി പാഠ്യപദ്ധതിക്ക് ചേരുവാൻ പോലും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മ പദ്ധതികളായതുകൊണ്ട് ഒരു പക്ഷേ എല്ലാം ഒരു വികേന്ദ്രീകരണം എന്ന സങ്കല്പത്തോടുകൂടി സഹപ്രവർത്തകരെയും കീഴ് ജീവനക്കാരെയും ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വളരെ കൃത്യമായിട്ട് ഒരു ഭരണപരിഷ്കാരം ആവിഷ്കരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഏതു വിധത്തിലും ഈ ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ അവലംബിക്കാനുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ലഭിക്കുന്നത് വഴി അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ വേണ്ടിവരും. ഇതിൻ്റെ ഒരു നേട്ടം ജൂൺ മാസം മുതൽ തന്നെ അതിനൊരു നേട്ടം വന്ന് ചേരുവാനും ഒരു വർഷത്തിനുള്ളിൽ തന്നെ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികളായിരിക്കുന്നതിനാൽ ആത്മവിശ്വാസത്തോടുകൂടി അവലംബിക്കുവാനും തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. നിലവിലുള്ള ഗൃഹം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു വിസ്തൃതിയുള്ളൊരു ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ട് പുനരാലോചിക്കുവാനും ഒരുപക്ഷെ മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരമായിരിക്കാം ഭൂമി അന്വേഷിക്കാനിടവരും. വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരവും കൂടി കൃത്യമായുള്ള രീതിയിൽ ഭൂമി കണ്ടെത്തുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും യോഗമുണ്ട്. വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും കഴിഞ്ഞ 5-6 മാസമായിട്ട് എത്തിച്ചേർന്ന പലർക്കും ഈ ഏപ്രിൽ മാസം വരെയും അത്ര നല്ല ജോലി ലഭിച്ചിരുന്നില്ല. ഏപ്രിൽ മാസത്തിൽ ഒരു ജോലിക്ക് നിയമനാനുമതി ലഭിക്കുവാനും മെയ് മാസം മുതൽ പ്രവേശിക്കുവാനും സാധ്യതയുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും യുക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശവും അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശവും ഇതിനെല്ലാം ഉപരിയായിട്ട് ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളും ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി ഒരുപക്ഷെ ആശ്ചര്യം അനുഭവപ്പെടുവാൻ യോഗം കാണുന്നുണ്ട്. വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ളൊരു അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനുള്ള യോഗം കാണുന്നു. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളെല്ലാം തന്നെ കൃത്യമസമയത്ത് ചെയ്തു തീർക്കാൻ അവസരം വന്നു ചേരും. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുന്നത് വഴി വിദ്യാർത്ഥികൾക്ക് ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വസ്തുതർക്കത്തിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള സാന്നിധ്യം വേണ്ടിവരും. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകുവാനിടവരും. സുഹൃത്ത് നിർദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും കൃത്യമായ രീതിയിൽ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പല വിധത്തിലുള്ള ആരോപണങ്ങൾ വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും സുതാര്യതയുള്ള സമീപനവും കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തും ഉള്ള സമീപനം സ്വീകരിക്കുന്നത് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗത്തിന് സാധ്യത കാണുന്നു. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസമുണ്ടാകും. പുതിയ ഭരണ സംവിധാനത്തിൽ ചിലർക്ക് അത്ര തൃപ്തികരമല്ല എങ്കിൽ പോലും അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമായതുകൊണ്ട് അക്ഷരം പ്രതി അനുസരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും മിഥ്യാധാരണകൾ ഒഴിവാക്കി സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ
കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുവാൻ ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഊഹക്കച്ചവടത്തിൽ സാമ്പത്തികമായുള്ള നേട്ടം ഉണ്ടാകുവാനിടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും. ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാനായിട്ട് യാത്രയ്ക്ക് തയ്യാറാകുവാനും, ഒരുപക്ഷെ മെയ് മാസത്തിനുള്ളിലായിരിക്കും യാത്ര ഉണ്ടാവുക എന്നിരുന്നാൽ പോലും അതിനെല്ലാം തന്നെ സജ്ജമാകുവാൻ ഇടയുണ്ട്. ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായുള്ള രീതിയിൽ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പുതിയതായുള്ള പദ്ധതികൾ, ദീർഘകാല പദ്ധതികൾ വന്നു ചേരുവാൻ യോഗം കാണുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചിന്തകളും പ്രവർത്തനങ്ങളും മനസ്സമാധാനത്തിനും ആഗ്രഹ സാഫല്യത്തിനും എല്ലാ കാര്യങ്ങൾക്കും വിജയം കൈവരിക്കാനും അവസരം വന്നു ചേരും. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കി ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതരമായിട്ടുള്ള ചികിത്സാ രീതികളെല്ലാം തന്നെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടി തന്നൊരു ഉദ്യോഗത്തിന് സാധ്യത കാണുന്നു. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനും ചിത്ര നക്ഷത്രക്കാർക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.